മാത്യു കൊഴുന്നാടനെ ഞാൻ സമീപിച്ചത് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു അമെൻമെന്റ് കൊണ്ടുവരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കേരള സർക്കാരിലെ നമ്മൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് കോടികൾ ഒഴുകി വരും. അതായത് എന്നെ പോലെ കുറെ ആൾക്കാർ ഒരു മൊബൈൽ ഫോണും ഒരു കമ്പ്യൂട്ടറും കൊണ്ട് ഇരിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നതല്ല, ട്യൂഷൻ സെന്ററുകൾ, ക്ലാസ്സുകൾ, കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഗേറ്റ്വേ എന്നൊരു സംവിധാനം വേണം. അതായത് ഫീസ് വാങ്ങണമല്ലോ. നിങ്ങൾ ഈ ഗൂഗിൾ പേയിൽ കിട്ടാൻ മതി എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫാഷൻ, അതത്ര സുഖം പോരാ. മാത്രമല്ല അങ്ങനെ വാങ്ങുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അറിയാമല്ലോ, ഒരു സ്കൂളാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഗൂഗിൾ പേയിൽ പണം ഇട്ടോളൂ എന്ന് പറയുന്ന ഒരു സുഖമുള്ള ഏർപ്പാടാണോ? അതല്ല. ഒരു കോഴ്സ് ആവശ്യമുള്ളവർക്ക് പ്രത്യേകിച്ച് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ ആഡ് ചെയ്തിട്ടുള്ള സന്ദർഭത്തിൽ അതിനകത്തൊരു പേയ്മെന്റ് ഗേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആൾക്കാർ വാങ്ങി പൊയ്ക്കോളും. അപ്പൊ അതിനൊരു പേയ്മെന്റ് ഗേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡോക്യുമെന്റ് കൊടുക്കണം. അതിന് കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്ന ഉദ്യം പോലെ ഒരു രജിസ്ട്രേഷൻ കേരള സർക്കാർ തരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തിലെ 140 MLA-മാർ പിണറായി വിജയൻ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും മെയിൽ ചെയ്തു. മാത്യു കൊഴുന്നാടനെ വിളിച്ചു പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് ഇത് കാര്യം എളുപ്പം കത്തും. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം ഇത് നല്ലൊരു ആശയമാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡോക്യുമെന്റ് അയക്കുമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചു. അവിടെ തിരിഞ്ഞു നോക്കിയില്ല. കേരളത്തിലെ MLA-മാരെ എത്ര പേര് തിരിഞ്ഞു നോക്കിയെന്ന് വെച്ചാൽ ഒരേ ഒരാൾ അത് തിരിഞ്ഞു നോക്കി. TV ഇബ്രാഹിം അത് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ ചാനലിൽ പറയുകയും ചെയ്തു. ഞാനിപ്പോ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് മാത്യു കൊഴുന്നാടനായിരുന്നു. പക്ഷെ മാത്യു കൊഴുന്നാടൻ ഈ പറയുന്നതൊന്നും അല്ല എന്നാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് മനസ്സിലായത്. അതൊന്ന് പറയാൻ വേണ്ടി ഒരു ആമുഖമായി ഇവിടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതോ, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ 10,000-കണക്കിന് ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി വീട്ടിലിരിക്കുന്ന എന്നെ പോലെയുള്ളവർ, അവർക്ക് ഉപകാരമുള്ളതാണ്. ഇപ്പൊ ഞാനൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്, കോഴ്സുകൾ നടത്തുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനം എനിക്കുണ്ട്, എല്ലാം ഓൺലൈനാ. ഇവിടെ നടക്കാത്തത് കൊണ്ട് ഞാനത് ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്ന് ചെയ്യുന്നു. അതിന് കിട്ടുന്ന GST എല്ലാം അങ്ങോട്ട് പോകുന്നു, നികുതി അങ്ങോട്ട് പോകുന്നു. കേരളത്തിന് കിട്ടേണ്ടത് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് മാത്യു കൊഴുന്നാടനായിരുന്നു ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത്, പെട്ടെന്ന് മനസ്സിലാകുന്നു. കുറച്ച് തലയുള്ള മനുഷ്യനാണ് നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ. എന്നാൽ അതേ കൊഴുന്നാടൻ മണ്ടത്തരം പറഞ്ഞു അല്ലെങ്കിൽ പൊട്ടത്തരം പറഞ്ഞു. അതുമല്ല എന്നുണ്ടെങ്കിൽ പാച്ച വർഗീയത പറയുന്നതാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. അത് സോൾവ് ചെയ്തു. പിന്നെ എന്തൊക്കെ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ കൊഴുന്നാടൻ വന്ന് തട്ടിവിടുന്നത് കണ്ടു. പക്ഷെ എങ്കിലും എനിക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് പറയണമല്ലോ. മോശമല്ലേ? നാടിനോ ഒരു ഗുണമല്ല. നിങ്ങളൊരു പക്ഷേ സർക്കാരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നുണ്ടാവില്ല, മറ്റെന്തെങ്കിലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ ഒരു MLA എന്ന നിലയിൽ ഈ നാടിന് ചെയ്യാൻ കഴിയുന്നത്. കാര്യം എല്ലാവർക്കും ഈ IT-യെ കുറിച്ചും അല്ലാത്തതിനെ കുറിച്ചും ഒന്നും അറിഞ്ഞൊന്നും കൂടാ. നമ്മുടെ മന്ത്രിമാരൊന്നും വലിയ വിദ്യാഭ്യാസം വരുമെന്നുള്ളവരൊന്നുമല്ല. അവർ സ്വാഭാവിക പരിജ്ഞാനം വെച്ചിട്ട് നിയമസഭയിൽ കയറിയിരുന്ന് എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെയോ ചെയ്യുന്നു. ഇത് തന്നെയാണ് അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് ഒരു അല്പമൊക്കെ വ്യത്യസ്തനാക്കാൻ കഴിയുന്നത് കൊഴുന്നാടനെ പോലെയുള്ളവരാ. ആ കൊഴുന്നാടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വിഡ്ഢിത്തരം, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം പറയേണ്ടെന്ന്. അത് അയാൾ ആര് പറയാന്? ഈ കൊഴുന്നാടൻ ആരാ അത് പറയാന്? നാണമില്ലേ കൊഴുന്നാടന്? മാത്യു കൊഴുന്നാടൻ വിവരമില്ലേ ഇയാൾക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട്? ഇത് ബോധമില്ലേ? കള്ളു കുടിച്ചിട്ടാണ് അത് പറഞ്ഞത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഡയലോഗ് അടിക്കില്ലല്ലോ. അയാൾ പറഞ്ഞത് KPCC-യുടെ പുനഃസംഘടനയെ കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ കുറിച്ചോ അല്ല. ആരാണ് KPCC പ്രസിഡന്റ് ആകേണ്ടതിനെ കുറിച്ചല്ല. കോൺഗ്രസിന്റെ ഒരു നിലപാട് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഭരണാധികാരി തീരുമാനിക്കാൻ വേണ്ടിയിട്ടല്ല. UDF എന്ന് പറയുന്ന ഒരു സംവിധാനം, നിങ്ങളുടെ സംവിധാനം ഉണ്ട്. അതിനകത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഉണ്ട്. ആ UDF എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അകത്ത് നമ്മുടെ കേരളം ഭരിക്കാൻ വേണ്ടി ഒരാളുണ്ടായി വരുമ്പോ അതിൽ ആരാവണം മുഖ്യമന്ത്രി എന്ന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്തേ മുസ്ലിം ലീഗിനില്ലേ? ആർക്കും ഇല്ലേ? അതിൽ ഘടകകക്ഷിയായിട്ടുള്ള ആർക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ. കാര്യം മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് പോലും പറയാം, ഏതായാലും നമ്മൾ കേരളത്തെ സമുദ്ധരിക്കാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടിയാണ്, നിങ്ങളാണ് വിജയിച്ചത്, ഇന്ന ആളാണെങ്കിലും ഒന്ന് ഉപകരിക്കും, കാര്യം ഇന്ന അഭിപ്രായം ആർക്കും പറയാമല്ലോ. എന്നാൽ അവർക്ക് പോലും ഇല്ലാത്ത ഒരു വിലക്ക്, ആ വിലക്ക് ഇവിടെ മുസ്ലിം ലീഗിന് പറയാൻ മാത്യു കൊഴുന്നാടൻ എവിടെന്ന് ജനിച്ചു വന്നതാ? അല്ല, ഞാനൊരു ലീഗാരനൊന്നും അല്ല. ആ പറഞ്ഞതിന്റെ ഒരു പൊരുൾ അത്ര സൂഹിക്കാത്തോണ്ട് പറഞ്ഞതാണ്. അതായത് പറയേണ്ടതല്ല പറയേണ്ടടുത്ത് പറയുന്നത്. പറയാം മന്ത്രി ആരാകണം, അതുപോലെ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യമൊക്കെ ലീഗിനെന്നല്ല ആർക്കും. ഇനി ഒരുപക്ഷെ BJP അതിനകത്ത് ഘടകകക്ഷിയാണെന്നുണ്ടെങ്കിൽ അവർക്കും പറയാം, എല്ലാവർക്കും പറയാം. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുന്നതാണ്. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകാനായിട്ട് കോൺഗ്രസ്സുകാരെ കൊണ്ട് തീരുമാനിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കുമോ, ഇങ്ങനെ തീരുമാനിക്കുന്നു, വട്ടച്ചോദ്യം ചോദിക്കുന്നുണ്ട്. വട്ടോടിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. മണ്ടത്തരമാണത്. അത് മുസ്ലിം ലീഗിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കോൺഗ്രസിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇടപെടേണ്ട ആവശ്യമില്ല. അത് കാര്യം ശരി തന്നെ. പക്ഷെ ഇത് തീരുമാനിക്കുന്നത് അതല്ലല്ലോ, മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ളതല്ലേ.
ആ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഈ ഘടകകക്ഷികൾ കൂടി ബാധകമല്ല. ഇനി ഘടകകക്ഷിക്ക് ഇനി കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിലോ പറ്റില്ല എന്ന് പറയാൻ പറ്റൂ? ഏറ്റവും വലിയ കക്ഷികളിൽപ്പെട്ടതല്ലേ? UDF-ന്റെ ഘടകകക്ഷികൾ ഏറ്റവും വലിയ കക്ഷിയല്ലേ? ഇത്രയും കാലം കോൺഗ്രസിനല്ലേ ഞങ്ങൾക്ക് ഇത്തവണ വേണമെന്ന് പറയുന്നത് അവർക്ക് അർഹതയില്ലേ? അതൊന്നും അവർ പറഞ്ഞില്ലല്ലോ. തീരുമാനമെടുക്കാൻ വേണ്ടി ഉള്ള അഭിപ്രായം അവർ പറഞ്ഞു. ആ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്യു കൊഴുന്താടൻ വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലത്. Different angles. Don't forget to subscribe and support this channel.